എന്താ സ്വാമി? സാരി സാർ. ആ എടുക്കെടുക്ക്. ആ ജയേഷനല്ലേ? അതെ. ഞാൻ സ്റ്റെല്ലയാ, മറ്റേ സ്ഥലത്തിന്റെ ജേക്കബ് അച്ചായന്റെ. നമ്മുടെ ഫിലിപ്പിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ ജയേഷനെ വിളിച്ചത്. ചേച്ചി അയാൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും. എന്നാ പറ്റി? അല്ല, കല്യാണത്തിന്റെ കാര്യം പറയാനായിട്ടാ. 26-ാം തീയതി മനസ്സമ്മതം, അത് നമ്മുടെ പള്ളിയിൽ വെച്ച്. പിന്നെ 28-ന് കെട്ട്, അത് അവരുടെ പള്ളിയിൽ വെച്ച്. അങ്ങനെ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. ജയേഷനെ നമുക്ക് എന്നത്തേക്ക് എഴുതാൻ പറ്റും? ഞാൻ ഒരാഴ്ച ഇച്ചാനായിട്ട് ആശുപത്രിയിലായിരുന്നു. അപ്പൊ ഇന്നലെ വൈകിട്ട് ഇച്ചാനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാ എനിക്കിടയ്ക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റാതെ പോയത്. അച്ചായനിപ്പോ എങ്ങനെയുണ്ട് ചേച്ചി? ഇച്ചാന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചേച്ചി. വർക്കിയുടെ വീട് പുള്ളി കൊടുക്കുക. ഈ വരുന്ന 15-ാം തീയതിയാണ് രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ നമുക്ക് എഴുതാമായിരിക്കും. ഞാനേ പുള്ളിയോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ പറയാം. ഈ തീയതി നിശ്ചയിച്ച കാര്യം ആ ഫിലിപ്പിനോട് കൂടെ ഒന്ന് പറഞ്ഞേക്കോ ജയകൃഷ്ണ? ആ പറയാം. ശരി. ചന്ദ്രേട്ടാ, എന്താ കുഞ്ഞേ? വർക്ക് ചെയ്തില്ലേ? ഇല്ല, ഇന്ന് വരില്ലെന്നാ തോന്നുന്നത്. വീട്ടിൽ പോയി നോക്ക്, ചിലപ്പോ അവിടെ കാണും. ശരി. ആ വർക്ക് ചെയ്യണ്ടാ? ആ ഏറ്റില്ല, അകത്തുണ്ട്. ഇന്നലെ രാത്രിയിലെ വണ്ടിയെല്ലാം കിടന്നുറങ്ങിയേ. ഇന്ന് രാവിലെ വീട്ടിലോട്ട് കയറിയത്. എന്നാ ഞാനൊന്ന് ആ പറയിച്ചോ എനിക്ക് ഇയാളെ കൊണ്ട് തോറ്റു. പുട്ട് കഴിക്കുന്നോ? ഈ പുള്ളി ഇപ്പോഴും പുട്ട് തന്നെയാണ് കഴിക്കുന്നത്. ആ ഇച്ചായനെ പുട്ടിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. 3 നേരം പുട്ടാണെങ്കിൽ അത്രയും സന്തോഷം. എന്നായി രണ്ടാളും കൂടി സ്ഥലം മേടിക്കുന്ന കാര്യമൊക്കെ? അതിന്റെ കാര്യം സംസാരിക്കാൻ ഇപ്പൊ വന്ന്. ജയകൃഷ്ണൻ കൂടെ ഉള്ളതാ എനിക്കൊരു ധൈര്യം. മിനിമം സ്ഥലമെങ്കിലും വാങ്ങിക്കാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ പോന്നു? ഞാനല്ലേ ഇപ്പൊ ഒന്ന് വിളിച്ചേ. ആണോ? എപ്പോ? ആവട്ടെ. അതെ, ജേക്കബ് ചായന്റെ ഭാര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഇന്നലെ എൻ്റെ കൂടെ ഫോൺ ഓഫ് ആയി പോയി. അതെ, അവരുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചു. 26-ാം തീയതി ഒത്തു കല്യാണം, 28-ന് കെട്ട്. ഞാൻ നിന്നെ വിളിക്കാതിരിക്കുമായിരുന്നു. നമുക്ക് ഫണ്ട്സ് റെഡി ആക്കണ്ടേ? 15-ാം തീയതി അല്ലേ നിങ്ങളുടെ എഴുത്ത്? അപ്പൊ അതിന് പൈസ കിട്ടില്ലേ? എടാ അതെ, വേറെ വിഷയമുണ്ട്, അത് നടക്കില്ല. അത് പേടിക്കണ്ട, ഫെബ്രുവരി മാസം എന്റെ ചിട്ടി കിട്ടാണ്ട്. ആ പൈസ ഞാൻ നിങ്ങൾക്ക് തന്നാ പോരെ? എടാ അത് നടക്കില്ല, തൽക്കാലം വേറെ വിഷയമുണ്ട്. നീ ഒന്ന് പുറത്തോട്ട് നിൽക്കേ, ഞാൻ വരാം. കാര്യം പറ. എടാ നീ പുറത്ത് വെയിറ്റ് ചെയ്യേ, ഞാൻ വരാം. എടാ ഞാൻ പറഞ്ഞ കേക്ക്, നീ പുറത്ത് വെയിറ്റ് ചെയ്യേ. ലോണോ? എന്ത് ലോൺ? എടാ ജയകൃഷ്ണ, ഞാൻ വീടും പറമ്പും പണയം വെച്ച് ലോൺ എടുത്തത് ജപ്തിയായി. ജപ്തിയോ? എടാ നിനക്കറിയാലോ, ബാങ്കൊന്നും ജപ്തി ചെയ്താൽ നമുക്കൊന്നും കിട്ടൂല. അതല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഡീൽ ഉറപ്പിച്ചത്. ഞാൻ പറയാം, മനസ്സിലാക്കി തരാം. 35-നാണ് ഞാൻ ഈ വീട് വിറ്റത്. 5 എനിക്ക് അഡ്വാൻസ് കിട്ടി. അതിൽ നിന്നാണ് ഞാൻ കുറെ കടങ്ങളൊക്കെ വീട്ടിയത്. പിന്നെ മിച്ചമുള്ളതാണ് അന്ന് നമ്മള് ടോക്കൺ കൊടുത്തത്. ഇനി മുതലും പലിശ എല്ലാം കൂടെ ചേർത്ത് 29 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ അടയ്ക്കണം, എന്നാലേ എനിക്ക് ആധാരം കിട്ടുള്ളൂ. എടാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സ്ഥലമെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ ആനി എന്നെ വിട്ടുപോകും. എടാ 6 മാസം കൊണ്ട് ബാക്കിയുള്ള 34 സെന്റ് വിറ്റ് 10 സെന്റ് മേടിക്കാനായിരുന്നു എന്റെ പ്ലാൻ. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ വിചാരിച്ചോ? ജപ്തി ഒഴിവാക്കാനാണ് വീട് വെക്കുന്നത് എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആനിയോട് പോലും ഞാൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെ ധൈര്യത്തിൽ അവരോട് കയറിയല്ല അയച്ചത്. എടാ അത് വഴുതി പോയിരിക്കാൻ വേണ്ടിയല്ലേ? എടാ എനിക്കത് മേടിച്ചേ പറ്റുള്ളൂ. ഇനി ഇതിനേക്കാൾ നല്ലൊരു അവസരം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതൊരു മാറി പരിപാടിയായി പോയി. ഞാൻ അവരോട് കാര്യം പറയാൻ പോവാ, ഇത് നടക്കാൻ പോകുന്നില്ലെന്ന്. എടാ നീ കടുങ്ങയൊന്നും കാണിക്കല്ലേ? ആശാൻ എന്നോട് അന്നേ പറഞ്ഞു തന്നെ ഇപ്പൊ കൂടെ പണി കിട്ടുന്നു. എടാ ഈ ആശാൻ പറയണ മൊത്തത്തിൽ വിശ്വസിക്കണം. ഫണ്ട്സ് നമുക്ക് റെഡിയാക്കാം. നമുക്ക് റെഡിയാക്കാം. എടാ നീ പറയണമെന്ന് കേക്ക്. ജയകൃഷ്ണ, എടാ ജയകൃഷ്ണ, പോടോ. എടാ നിക്ക്.